Hello friends, Technique മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് പോക്കോന്റെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണായ പോക്കോ X4 Pro 5G ആണ്. അപ്പോൾ പോക്കോ ഏറ്റവും പുതിയതായി അനൗൺസ് ചെയ്ത ഒരു ഡിവൈസാണ് പോക്കോ X4 Pro 5G. അപ്പോൾ ഈ ഡിവൈസിലെ ഹാർഡ്വെയർ എന്തൊക്കെയാണ് വരുന്നത്, അതേപോലെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് എങ്ങനെയാണ്, ഇതിൻ്റെ ക്യാമറ എത്രത്തോളം നല്ലതാണ്, എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ പോക്കോ X4 Pro 5Gൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ അൺബോക്സിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ ബെൽ ഐക്കണോട് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പോക്കോ X4 Pro 5Gൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. ഇതാണ് ബോക്സ് പാക്കേജ്, എഴുതിയത് കാണാം പോക്കോ 5G ഡിവൈസാണ്. പിന്നെ ബോക്സിൻ്റെ ബാക്കിൽ നമുക്ക് ഡീറ്റെയിൽസ് കാണാം. റിയാലിറ്റി ഫ്ലോ 120 Hz ഫുൾ HD സൂപ്പർ AMOLED ഡിസ്പ്ലേ, കോർണിംഗ് ഗോറില്ല ഗ്ലാസ് 5 സപ്പോർട്ട്, സ്നാപ്ഡ്രാഗൺ 695 5G ചിപ്പ്, 6 നാനോമീറ്റർ പ്രോസസ് വിത്ത് ലിക്വിഡ് കൂൾ ടെക്നോളജിയാണ് വരുന്നത്. 64 മെഗാപിക്സൽ AI ട്രിപ്പിൾ ക്യാമറ, 16 മെഗാപിക്സൽ സെൽഫി ക്യാമറ, 1200 nits of peak brightness, DCI-P3 വൈഡ് കളർ ഗ്യാമത്ത് വരുന്നുണ്ട്. അൾട്രാ വൈഡ് ആൻഡ് മാക്രോ ലെൻസും ഇൻക്ലൂഡഡ് ആണ്. അപ് ടു 3GB ടർബോ റാം ഉണ്ടായത്. ടർബോ റാം എന്ന് പറഞ്ഞാൽ നമുക്ക് റാം എക്സ്റ്റെൻഡ് ചെയ്യാവുന്ന ഓപ്ഷനാണ്. 67 വാട്ട് ടർബോ ചാർജിങ്ങും 5000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ് വരുന്നത്. 7 5G ബാൻഡ്സ് ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. IP53 റേറ്റിംഗും ഇൻക്ലൂഡഡ് ആണ്. അതായത് ഡസ്റ്റ് ആൻഡ് വാട്ടർ പ്രൊട്ടക്ഷനാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. 360 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് ആണ് വരുന്നത്. നമ്മുടെ കയ്യിലുള്ളത് ലേസർ ബ്ലൂ കളറാണ്. 8GB റാമും 128GB സ്റ്റോറേജുമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് വളരെ ക്വിക്കായിട്ട് അൺബോക്സിങ് ചെയ്യാം. അപ്പോൾ ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണുന്നത് പോക്കോൻ്റെ ഒരു ചെറിയ ബോക്സാണ്. ഇത് തുറക്കുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത് നോക്കാം. ഇതിനകത്ത് കിട്ടുന്നത് ഒരു സിം ഇജക്റ്റ് പിന്നാണ്. പിന്നെ പോക്കോൻ്റെ ഒരു ഇതാണ് കേസാണ് വരുന്നത്. കണ്ടില്ലേ, പോക്കോ X4 Proൻ്റെ ഒരു കേസാണ്. അതേപോലെ മാനുവലും ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് സിം കാർഡ് ട്രേ കാണാം. അതായത് ഡുവൽ സിം കാർഡ് സപ്പോർട്ടാണ് വരുന്നത്. സാർ വാല്യൂ 1.6 ആണ്. അത് ടോട്ടൽ വാല്യൂ ആണ്. ഹെഡ് സാറ് 0.861, ബോഡി സാറ് 0.583 ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് സാർ വാല്യൂൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് എടുക്കാം പുറത്തേക്ക്. ഇതാണ് പോക്കോ X4 Pro 5G ബ്ലൂ കളറാണ് വരുന്നത്. ബാക്കി ബോക്സിനകത്ത് എന്താ വരുന്നത് നോക്കാം. ഇതിനകത്ത് 67 വാട്ട് അഡാപ്റ്ററാണ് വരുന്നത്. നമ്മൾ റെഡ്മീൻ്റെ ഡിവൈസിൽ കണ്ട പോലെ തന്നെ 67 വാട്ട് അവർ ചാർജറാണ് വരുന്നത്. പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു USB Type-C ചാർജിങ് ആൻഡ് ഡേറ്റ സിങ്കിങ് കേബിളാണ്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് പോക്കോ X4 Pro 5G. അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു ഫുൾ HD AMOLED ഡിസ്പ്ലേ ആണ്. 120 Hz റിഫ്രഷ് റേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേ സെറ്റിങ്സിലൊന്ന് പോകാം. ഇതാണ് നമ്മുടെ ഡിസ്പ്ലേ സെറ്റിങ്സ്. ഡിസ്പ്ലേയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് താഴെ ഇവിടെ റിഫ്രഷ് റേറ്റ് കാണാം. 120 Hz ഞാൻ സ്വിച്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് 120 Hz റിഫ്രഷ് റേറ്റ് ആണ്. അതേപോലെ നമുക്ക് റെഗുലർ ഡാർക്ക് മോഡും ബാക്കിയുള്ള ഓപ്ഷൻസ് എല്ലാം തന്നെ കിട്ടുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ ഞാൻ ഡാർക്ക് മോഡിലേക്ക് സ്വിച്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേയും കിട്ടുന്നുണ്ട്. അത് കസ്റ്റമൈസും ചെയ്യാവുന്നതാണ്. ഇനി ഡിസ്പ്ലേ എക്സ്പീരിയൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു AMOLED പാനലാണ് വരുന്നത്. നല്ല റിഫ്രഷ് റേറ്റും അതേപോലെ ടച്ച് റെസ്പോൺസും വളരെ മികച്ചതാണ്. ക്വാളിറ്റീൻ്റെ കാര്യത്തിലാണെങ്കിൽ നല്ലൊരു പാനലാണ്. പിന്നെ കോർണിംഗ് ഗോറില്ല ഗ്ലാസ് 5 സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റി വളരെ മികച്ചതാണ് ഈ ഡിവൈസിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് 120 Hz റിഫ്രഷ് റേറ്റും കൂടെ കിട്ടുമ്പോൾ നല്ലൊരു സ്മൂത്ത് ഡിസ്പ്ലേ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. ഇനി ഇതിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ സൈഡിൽ പവർ ആൻഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് വരുന്നത്. ഒരു വോളിയം റോക്കർ കീസ് കാണാം. അവിടെ സൈഡിൽ ഓപ്ഷൻസോ ഓപ്പണിങ്സോ സ്ലോട്ട്സോ ഒന്നുമില്ല. താഴത്ത് നമുക്കൊരു സിം ട്രേ ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് സിം ട്രേ ഒന്ന് തുറന്ന് കാണിച്ചു തരാം. ഒരുപാട് പേര് സിം ട്രേ എന്തുകൊണ്ട് തുറക്കുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കണ്ടില്ലേ, ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ട് ഇല്ല. ഡ്യുവൽ സിം കാർഡാണ്. ഒരു സിം കാർഡും ഒരു SD കാർഡോ അല്ലെങ്കിൽ 2 സിം കാർഡ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അത്രേ ഓപ്ഷനുള്ളൂ. അപ്പോൾ ഇതാണ് സിം കാർഡിൻ്റെ കാര്യം പറയുന്നത്. പിന്നെ നമുക്കൊരു USB Type-C പോർട്ടാണ് വരുന്നത്. പിന്നെ സ്പീക്കർ യൂണിറ്റാണ്. സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് വരുന്നത്. ഇവിടെ ഒരു പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ്. പിന്നെ മോൾ ഭാഗത്തും സ്പീക്കർ കാണാം. 3.5mm ഓഡിയോ ജാക്കാണ്. IR ബ്ലാസ്റ്ററും കാണാം. പിന്നെ ക്യാമറേൻ്റെ ബാക്കിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു ഭംഗിയാണ്. നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ കണ്ടില്ലേ, ഒരു ഡിസൈൻ കണ്ടില്ലേ, ആക്ച്വലി ഒരു ഗ്ലാസ്. ഇത് ആക്ച്വലി ഗ്ലാസ്സിനകത്തുള്ള ഡിസൈനാണ്. ലൈറ്റ് ഫോൾ ചെയ്യുമ്പോൾ ഉള്ള പാറ്റേൺ ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമുക്കൊരു ക്യാമറ സിസ്റ്റം കണ്ടില്ല, ഒരു ക്യാമറ മോഡ്യൂൾ, റേസ്ഡ് ക്യാമറ മോഡ്യൂളാണ് വരുന്നത്. 64 മെഗാപിക്സൽ പ്രൈമറി സെൻസറാണ്. പിന്നെ ഒരു അൾട്രാ വൈഡ് മാക്രോ സെൻസറുമാണ് വരുന്നത്. അപ്പോൾ ക്യാമറ എൻ്റെ മോഡ്യൂൾ ഒരു സെപ്പറേറ്റ് മോഡ്യൂളായിട്ടാണ് നമുക്ക് കാണാം. ഇവിടെ പോക്കോൻ്റെ ബ്രാൻഡിങ് കാണാം. ഒരു ഫ്ലാറ്റ് സൈഡ് പാനലാണ്. ഒരു തിക്നെസ് യൂണിഫോമാണ്. 5G ഡിവൈസാണെന്ന് എഴുതിയിട്ടുണ്ട്.
ഈ സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് MIUI 13.0.2 ഗ്ലോബൽ വേർഷനാണ്. പക്ഷേ ആൻഡ്രോയിഡ് 12 ഉള്ള അതൊരു പോരായ്മയായിട്ട് ഡെഫിനറ്റ്ലി പറയാം. കാരണം ഇപ്പോൾ ഇറങ്ങുന്ന ഫോണായിട്ട്, അതായത് മാർച്ച് 2022 ഇറങ്ങിയിട്ട് പോലും ഇതിനകത്ത് ആൻഡ്രോയിഡ് 12 ഇല്ല. സെക്യൂരിറ്റി പാച്ച് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഫെബ്രുവരിയിൽ സെക്യൂരിറ്റി പാച്ചാണ്. 8+3GB അഡീഷണൽ എക്സ്റ്റെൻഡബിൾ റാമാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ പ്രോസസറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 695 ചിപ്പാണ്, 5G ചിപ്പാണ്. ക്ലോക്ക് സ്പീഡാണ് 2.2 GHz ആണ് വരുന്നത്. ഇനി സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ MIUI 13.0.2 ഗ്ലോബലും ആൻഡ്രോയിഡ് 11 വരുന്നത്. ഇനി സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കിവിടെ MIUIയിൽ കിട്ടുന്ന എല്ലാ ഫീച്ചേഴ്സും ഇവിടെ ഉണ്ട്. സൈഡ് ബാറുണ്ട്, ഫ്ലോട്ടിംഗ് വിൻഡോസ്, സെക്കൻഡ് സ്പേസ്, അതേപോലെ പിന്നെ ഡിജിറ്റൽ വെൽബീയിങ്, പിന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ തീം സപ്പോർട്ട് ഉണ്ട്, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട്. അങ്ങനെ ഓപ്ഷൻസ് എല്ലാം തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ എനിക്ക് കാര്യമായ കംപ്ലയിൻസ് ഒന്നുമില്ല. ഈവൻ നമ്മൾ യൂസ് ചെയ്തതിലും എനിക്ക് വലിയൊരു പ്രോബ്ലമാറ്റിക് ഒന്നായിട്ട് തോന്നിയില്ല. ഇനി ക്യാമറ എടുക്കാം നമുക്ക്. ഇവിടെ നമുക്ക് കിട്ടുന്നത് 64 MP ക്യാമറയാണ്, ഒരു അൾട്രാ വൈഡും ഉണ്ട്, അതേപോലെ ഒരു മാക്രോ സെൻസറും ഉണ്ട്. വീഡിയോ റെക്കോർഡിങ്ങിൽ പോവുകയാണെങ്കിൽ നമുക്ക് വീണ്ടും 1080p 30 FPS മാത്രമേ ഉള്ളൂ, 60 FPS ഇല്ല. അതേപോലെ 4K ലിമിറ്റേഷനാണ്, പ്രോസസ്സർ ലിമിറ്റേഷനാണ്, അതുകൊണ്ട് തന്നെ 4K സപ്പോർട്ടഡ് അല്ല. പിന്നെ മോർ മോഡ് പോയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസും കാണാം. അപ്പോൾ ഇതാണ് ക്യാമറേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. ഇനി നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കൂടി കാണാം. ഇതെല്ലാം പോക്കോ X4 Pro 5G എന്നെടുത്ത ക്യാമറ സാമ്പിൾസാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് ക്യാമറ വന്നിരിക്കുന്നത്. ഡീറ്റെയിൽഡായി നമ്മൾ ക്യാമറ ടെസ്റ്റ് ചെയ്തിട്ട് റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് വിശദമായി പറയുന്നതാണ്. ഇനി ഈ ഫോണിൻ്റെ ബാറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 5000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആണ്. 67 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ആണ് വരുന്നത്. ടർബോ ചാർജിങ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. പിന്നെ 5000 mAh കപ്പാസിറ്റി ബാറ്ററി ഡെഫിനറ്റ്ലി നമുക്കൊരു 1.5-2 ദിവസമൊക്കെ ലാസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ബാറ്ററിൻ്റെ ലൈഫിൻ്റെ കാര്യത്തിലാണെങ്കിൽ നല്ല പെർഫോമൻസാണ് കാഴ്ചവെക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു പോക്കോ X4 Pro 5Gൻ്റെ അൺബോക്സിങ്ങും ഫസ്റ്റ് ഇംപ്രഷൻസാണ്. അപ്പോൾ നല്ലൊരു ക്വാളിറ്റി ഡിവൈസാണ്, കുറച്ചൊരു ഹെവിയാണ് ആക്ച്വലി, എങ്കിലും നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിലാണെങ്കിലും ഡിസ്പ്ലേൻ്റെ കാര്യത്തിലാണെങ്കിലും ബാറ്ററി ലൈഫ് ആണെങ്കിലും എല്ലാം കൊണ്ടും തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇതിന് പ്രൈസിങ് നമുക്ക് അറിയില്ല, പ്രോബ്ലി ലെസ് ദാൻ 20,000 ആവാനാണ് ചാൻസ്. ഒരു 18,000-19,000 അല്ലെങ്കിൽ 20,000 റേഞ്ചിലാവാനാണ് ചാൻസ്. അപ്പോൾ പ്രൈസ് അനൗൺസ് ചെയ്യുമ്പോൾ ഞാൻ കമൻറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു പോക്കോ X4 Pro 5Gൻ്റെ അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കണം. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിനൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.